കുളക്കരയിൽ കാരുണ്യമായവനെ ഞങ്ങൾ നിൻ സന്നിധേ വന്നിടുന്നു. തിരുപാദം പ്രണമിച്ചു നിന്നിടുന്നു. കുളക്കരയിൽ കാരുണ്യമായവനെ ഞങ്ങൾ നിൻ സന്നിധേ വന്നിടുന്നു. തിരുപാദം പ്രണമിച്ചു നിന്നിടുന്നു. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ ആരാധന സ്തുതി ആരാധന. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ ആരാധന സ്തുതി ആരാധന. ആരാധന സ്തുതി ആരാധന. ആരാധന സ്തുതി ആരാധന. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ബലഹീനനും പാപിയും പോരായ്മകൾ ഉള്ളവളുമൊക്കെയായി പരിഗണിക്കുമ്പോൾ നിന്റെ ദൈവം നിന്നെ ചേർത്ത് പിടിക്കുന്നതും മാറോടണയ്ക്കുന്നതും ഈ ഒരൊറ്റ സ്വഭാവം നിന്റെ കർത്താവിനുള്ളതുകൊണ്ടാണ്. അവൻ കരുണയുള്ള ദൈവമാണ്. ദിവ്യകാരുണ്യ വർഷം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ച കാലം മുതൽ അച്ഛൻ 1000 വേദികളിൽ പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ്, എന്താണ് കരുണ, എന്താണ് കരുണ, എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന തമ്പുരാനെ സ്നേഹം എന്ന് വിളിക്കാതെ കാരുണ്യം എന്ന് വിളിക്കണത്. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് അതാണ് സംബോധന, പരിശുദ്ധ പരമ ദിവ്യ സ്നേഹത്തിന് എന്നല്ല. ദൈവം സ്നേഹമാണെന്ന് സുവിശേഷം, കർത്താവ് സ്നേഹമാണെന്ന് യോഹന്നാൻ പറയണു. സുവിശേഷം ദൈവത്തിന് കൊടുക്കുന്ന പേര് സ്നേഹമെന്ന. പരിശുദ്ധ കുർബാന അവൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ പ്രകടനവും, പരിശുദ്ധ കുർബാന അവൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയെന്ന് നമുക്കറിയാം. പിന്നെ എന്തുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ സ്നേഹം എന്ന് വിളിക്കാതെ കാരുണ്യം എന്ന് വിളിക്കണം? പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്. വായി കർത്താവ് പറഞ്ഞത് അങ്ങനെയാ, അർഹിക്കുന്നത് കൊടുക്കുന്നതാണ് സ്നേഹം. അർഹിക്കുന്നത് കൊടുക്കുന്നതാണ് സ്നേഹം. നിന്റെ അമ്മ നിനക്ക് തരുന്നത് സ്നേഹം, നിന്റെ അപ്പൻ നിനക്ക് തരുന്നത് സ്നേഹം, നിന്റെ ജീവിത പങ്കാളി നിനക്ക് തരുന്നത് സ്നേഹം, നിന്റെ കൂട്ടുകാർ നിനക്ക് തരുന്നത് സ്നേഹം, നിന്റെ കൂടപ്പിറപ്പുകൾ നിനക്ക് തരുന്നത് സ്നേഹം. ബന്ധവും സ്വന്തവും ഒന്നുമില്ലാതെ വരുമ്പോൾ സ്നേഹത്തിന് ഒരു മറുപദം നീതി. ടു ഗിവ് ഈച്ച് വൺ ഹിസ് ഡ്യൂ. അർഹിക്കുന്നത് കൊടുക്കുന്നതിൻ്റെ പേരാണ് സ്നേഹം. കർത്താവ് പറഞ്ഞ് അർഹിക്കാത്തത് കൊടുക്കുന്നതിൻ്റെ പേരാണ് കാരുണ്യം. അർഹിക്കാത്തത് കൊടുക്കുന്നതിൻ്റെ പേരാണ് കാരുണ്യം. എൻ്റെ പൊന്നുമോനെ, നീ പാപിയാകുമ്പോഴും നീ ബലഹീനനാകുമ്പോഴും നീ അടുത്ത നിമിഷം എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളപ്പോഴും നിന്റെ കൊച്ചു കൊച്ചു സ്വാർത്ഥതയുടെ മുമ്പിൽ നീ എന്നെ തള്ളി പറയുമെന്ന് എനിക്ക് നിശ്ചയമുള്ളപ്പോഴും നിന്റെ കൈവെള്ളയിൽ വന്നിരുന്ന് നിന്റെ നാവിൻ തുമ്പിൽ അലിഞ്ഞ് നിന്നോടൊന്നായി തീരുമ്പോൾ ഞാൻ നിന്നോട് കാണിക്കേണ്ടത് സ്നേഹമല്ല, കാരുണ്യമാണ്. കാരുണ്യം. എനിക്കറിയാം നീ എന്നെ ചതിക്കുമെന്ന്, എനിക്കറിയാം നീ എന്നെ ഒറ്റുമെന്ന്, എനിക്കറിയാം നീ എന്നെ തള്ളിപ്പറയുമെന്ന്. നിന്റെ ജീവിതത്തിൻ്റെ സ്വാർത്ഥത, അമ്മയുടെ ഗർഭപാത്രം മുതൽ നിന്റെ കൂടെയുള്ള നിന്റെ ബലഹീനതകൾ, നിന്റെ ആന്തരിക മുറിവുകൾ നിന്നെ ഈ പരുവത്തിലൊക്കെ നടക്കാൻ പ്രേരിപ്പിക്കുമെന്ന് എനിക്കറിയാം. എന്നിട്ടും നിന്റെ കൈവെള്ളയിൽ വന്നിരിക്കാൻ, നിന്റെ നാവിൽ തുമ്പിൽ അലിയാൻ, നിന്നോടൊന്നായി തീരാൻ ഞാൻ മനസ്സാകുമ്പോൾ ഞാൻ നിന്നോട് കാണിക്കുന്നത് സ്നേഹമല്ല, ഇറ്റ്സ് ബിയോണ്ട് ദാറ്റ്, ഇറ്റ്സ് മേഴ്സി, കാരുണ്യമാണ്. അർഹിക്കാത്തത് കൊടുക്കുന്നതിൻ്റെ പേരാണ് കാരുണ്യം. അർഹിക്കാത്തത് കൊടുക്കുന്നതിൻ്റെ പേരാണ് കാരുണ്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിലെ ജീവിതങ്ങൾ ആദം മുതൽ ഇങ്ങ് തുമ്പത്ത് യോഹന്നാൻ വരെ
സകലമാനം മക്കളുടെയും ജീവിതത്തിൽ കർത്താവ് ചൊരിഞ്ഞതും കർത്താവ് അവർക്ക് നൽകിയതും അർഹിക്കാത്ത കരുണയാണെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാവും. കർത്താവിൻ്റെ കരുണ നിന്റെ ജീവിതത്തോട് ദൈവം കാണിക്കുന്നതും ദൈവം നിനക്ക് തരുന്നതും അർഹിക്കാത്തതാണെന്ന് നീ തിരിച്ചറിയണം. നിന്റെ മാതാപിതാക്കളോ നിന്റെ കൂടപ്പറപ്പുകളോ നിന്നോട് കാണിക്കുന്നത് പോലെയല്ല അവൻ നിന്നോട് പ്രകടിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ കാരുണ്യം ആവോളം നീ അനുഭവിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ കൃപ ഒത്തിരി നീ കൈപ്പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ വാത്സല്യമുള്ളവരെ, അനുദിനം ജീവിതത്തിലേക്ക് കർത്താവ് ചൊരിഞ്ഞ അർഹിക്കാത്ത കാരുണ്യത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം പറയണം. പൗലോസ് അപ്പോസ്തലൻ പറയണു, എനിക്ക് കാരുണ്യം ലഭിച്ചു. പാപികളിൽ ഒന്നാമനാണ് ഞാൻ, പക്ഷെ എനിക്ക് കാരുണ്യം ലഭിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞവരുടെ കൂട്ടത്തിൽ പൗലോസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഇനിയുണ്ട് ഇഷ്ടം പോലെ. സാവൂള് ദമാസ്കസിലേക്ക് പോയത് ക്രിസ്ത്യാനികളെ കണ്ടുപിടിച്ച് ഉമ്മം വയ്ക്കാനൊന്നല്ലല്ല. സാവൂള് പോയത് വാളും കൊണ്ടാണ്. ആ സാവൂളിനെയാണ് ദൈവം പൗലോസാക്കിയത്. അവൻ്റെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളെ പരിഗണിക്ക്. ബൈബിള് മാത്രമൊന്നും നോക്കണ്ടട്ടാ, എവിടെ വേണമെങ്കിലും പോയി തപ്പിക്കോ. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് 2 കൊല്ലം മുമ്പ് ആ വഴി പോയപ്പോൾ അസീസിയിലെ റോഡ് സൈഡിൽ ഇരുന്ന് ഇടിവെട്ട് പിള്ളേര് സെറ്റപ്പ് പാട്ട് പാടുന്നു, ഗിറ്റാർ വായിച്ച്. ഞാൻ ഒരു താടിയും മുടിയൊക്കെ ഉള്ളവനെ വിളിച്ച് ചോദിച്ചു, എന്താ പരിപാടി? അവൻ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ പുണ്യാളൻ്റെ പരിപാടി തന്നെ. 21 വയസ്സ് വരെ ഞങ്ങളുടെ പുണ്യാളൻ അടിച്ച് പൊളിച്ച് നടന്നവനാണ്. ആവിലായിൽ അമ്മ ത്രേസ്യ 41 വയസ്സ് വരെ തരക്കേടില്ലാത്ത സുഖജീവിതമായിരുന്നു മഠത്തിൽ പോലും. അതാണ് ആവിലായിൽ ചെന്നപ്പോൾ അവിടെ പറഞ്ഞു തന്നത്. സമൃദ്ധിയിൽ അമ്മ ത്രേസ്യ ജീവിച്ചത്. ശൗര്യാര് പുണ്യാളൻ, നമ്മുടെ ഫ്രാൻസിസ് സേവ്യർ വീട് കണ്ടാൽ നമ്മൾ ഞെട്ടും. പോർച്ചുഗലിലുണ്ട് അങ്ങേരുടെ വീട്. ഞെട്ടും നമ്മൾ. എന്നാ കൊട്ടാരമാണ് ഇതെല്ലാം ഇട്ടെറിഞ്ഞിട്ടാ. അഗസ്തീനോസിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ദൈവം എന്തുമാത്രം കരുണ ചൊരിഞ്ഞു ജീവിതങ്ങളോട്. കർത്താവ് എന്തുമാത്രം കൃപ ചൊരിഞ്ഞ്. അതുകൊണ്ട് അച്ഛൻ പറയും, നീ ഒരു ചുക്കും പേടിക്കണ്ട, നീ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടണ്ട. നിന്റെ കഴിഞ്ഞകാല ജീവിതമോർത്ത് നീ ടെൻഷൻ പിടിക്കൊന്നും വേണ്ട. നീണ്ടു നിവർന്ന് ഉമർത്ത് കിടക്കാണ്. ഇഷ്ടം പോലെ തമ്പുരാൻ്റെ കരുണയെ നീ ഒന്ന് ധ്യാനിച്ച് നിന്റെ ജീവിതത്തെ ഒന്ന് തിരിച്ചു പിടിച്ചേച്ച മാത്രം മതി. എൻ്റെ വാത്സല്യമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് സമൃദ്ധമായി സ്വീകരിച്ചിട്ടുള്ള ഈ ദൈവ കരുണയുടെ പങ്കുവെപ്പ്, അതാണല്ലോ അച്ഛന് തന്നിട്ടുള്ള വിഷയം. അർഹതയില്ലാത്ത കാരുണ്യം ദൈവം നിന്റെ മേൽ അത്രമാത്രം ചൊരിഞ്ഞിട്ട് നീ ഇങ്ങനെ ബലം പിടിച്ച് നടക്കുന്നത് എന്തിനാണെന്നാണ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന് മനസ്സിലാവാത്തത്. എന്തോരം കാരുണ്യം കൈപ്പറ്റിയവനാണെന്നറിയാമോ? ഓരോ ദിവസവും വിശുദ്ധ കുർബാന എടുത്ത് വാഴ്ത്തി മുറിച്ചു കൊടുക്കണവനാ. അവൻ്റെ മുമ്പിൽ ഏതെങ്കിലും ഒരു ദരിദ്രവാസി കെട്ടിയോളുടെ ഓപ്പറേഷന് കൈനീട്ടി വരുമ്പോൾ അവൻ പറയും, 1/2 മണിക്കൂർ പള്ളിപ്പറമ്പിലെ പുല്ലു ഇറക്കി, എന്നിട്ട് 50 രൂപ തരാം. എൻ്റെ കുറ്റം പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനിത് പറയണത്. കേൾക്കേണ്ടവൻ്റെ മറുപുറം തുളയുണ്ടെന്ന് എനിക്കറിയാം. വീട്ടിലെ പണിക്കാർക്ക് കൂലി കൊടുക്കില്ല. ജീവിത പങ്കാളിയോട് കരുണ കാണിക്കില്ല. മക്കളോട് എപ്പോഴും പറയും, അങ്ങനെ തന്നെ വേണം. ഇതൊക്കെ കേൾക്കാത്തൊരു ദിവസമെങ്കിലും ഉണ്ടോ നമ്മുടെ കുട്ടിക്കാലത്ത്? എന്ത് തെറ്റ് പറ്റിയാലും, എന്തിടർച്ച സംഭവിച്ചാലും അപ്പ പറയും അമ്മ, എന്ത് അങ്ങനെ തന്നെ വേണം. ആ കാര്യത്തിൽ എല്ലാ അമ്മമാരും ഒരുപോലെയാണ്. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ അപ്പ പറയും അങ്ങനെ തന്നെ വേണം. ഒരു പനി പിടിച്ച അപ്പ പറയും അങ്ങനെ തന്നെ വേണം. പറയാറില്ലേ? ഇവിടെ ഇരിക്കുന്ന മക്കൾ കേട്ടിട്ടില്ലേ? എത്ര വട്ടം അമ്മ പറഞ്ഞേക്കണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, എനിക്ക് കണക്കിന് ഇത്തിരി കുറവായിരുന്നു, നമ്മളത്ര നല്ല ഉണ്ണിയൊന്നുമല്ല, പഠിക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. 8ാം ക്ലാസ്സിൽ ക്രിസ്മസ് പരീക്ഷ. ഈ പരീക്ഷ കഴിഞ്ഞ് എല്ലാ ആൻസർ പേപ്പറും കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അകാലജാതനെ പോലെ വരുന്നൊരു കടലാസുണ്ട്.
നീല, പച്ച, മഞ്ഞ, ചുമപ്പ കളറിലൊക്കെ അത് വന്നിട്ടുണ്ട്. പ്രോഗ്രസ് കാർഡ് എന്ന് പറയും. ഈ സാധനം കയ്യിൽ കിട്ടുന്ന ദിവസം ലോകം അവസാനിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. അപ്പനെ കൊണ്ട് ഒപ്പിടിക്കണം. എൻ്റെ അപ്പൻ്റെ ഒപ്പാണെങ്കിൽ ഒടയമ്പുരാന് പോലും ഇടാൻ അറിയാൻ പാടില്ലാത്തൊരൊപ്പാണ്. ഒരു ഭയാനക ഒപ്പ്. പ്ലസ് ഇട്ട് വട്ടം വരയ്ക്കുന്ന പരിപാടിയാണെങ്കിൽ ഞാൻ എല്ലാ പ്രോഗ്രസ് കാർഡും ഒപ്പിട്ടേനെ. ഇത് കരുകുരു എന്നാണ്, ഒരു രക്ഷയില്ല. അപ്പനാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റുമാണ്, ഭയങ്കര ചൂടനുമാണ്, അരിശപ്രകൃതിയാണ്. എനിക്ക് പേടിയാ ഇപ്പോഴും. തങ്കപ്പെട്ട ഒരു അനിയനുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു പെണ്ണിനെ പകുതി കണ്ണുകൊണ്ട് നോക്കിയാൽ മതി, അവൻ അപ്പ വീട്ടിൽ പോയി പറയും, ചേട്ടൻ പെശകട്ടമ്മേ. തങ്കപ്പെട്ടൊരു അച്ഛനാണ്, അനിയനാണ് എനിക്കുള്ളത്. എൻ്റെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി താല്പര്യമുള്ള കൂട്ടുകാർ ഈ കടലാസ് കിട്ടി അന്ന് തന്നെ അപ്പുറത്തെ ക്ലാസ്സിൽ പഠിക്കണ അനിയൻ്റെ അടുത്ത് റിപ്പോർട്ട് കൊടുത്ത്, ചേട്ടന് കിട്ടിയിട്ടുണ്ട്, കണക്കിന് പോയേക്കാണ്. ഞങ്ങൾ പറഞ്ഞൊന്ന് പറയണ്ടട്ടാ, അവനാരാ മോൻ. അവനപ്പം തന്നെ അത് വീട്ടിലെത്തിച്ച്. അത് കഴിഞ്ഞ് ജംഗ്ഷനിൽ വന്ന് എന്നോട് പറഞ്ഞ്, ചേട്ടാ അപ്പം വീട്ടിലുണ്ട് ട്ടാ, പണിക്ക് പോയിട്ടില്ല. സന്തോഷം. ഇനി എന്ത് ചെയ്യും? ഈ കുന്ത്രാണ്ട് ഒപ്പിടിക്കണ്ടേ? വീടിൻ്റെ ഗേറ്റിൽ വന്നപ്പോൾ ഇളയ അനുജൻ പറഞ്ഞ്, ചേട്ടാ മുൻവശത്ത് അപ്പനിരിപ്പുണ്ട്, അടുക്കളയിൽ അമ്മയുണ്ട്, പുറകുവശത്ത് കൂടെ വരുന്നതാണ് നല്ലത്. അടുക്കള നിങ്ങൾക്കറിയാമല്ലോ, അടുക്കളയുടെ വശത്താണ് കരുണയുടെ വാതിലിരിക്കുന്നത്. അടുക്കള വശത്തെ വാതിലാണ് കരുണയുടെ വാതിൽ. അവിടെ പ്രത്യേകിച്ച് ഡെക്കറേഷനൊന്നും ഇല്ലെങ്കിലും അറിയേണ്ടവർക്കറിയാം. പള്ളിയുടെ ആനവാതിലൊന്നും അല്ല കരുണയുടെ വാതിൽ. നമ്മുടെ വീടിൻ്റെ അടുക്കള വശത്താണ് ഈ സാധനം ഇരിക്കുന്നത്. ഞാൻ അടുക്കള വഴി പിടിച്ച്, അമ്മ സിംഹാസനത്തിലിരിക്കുകയാണ്, ചരവ അമ്മ ചരണ്ടിക്കൊണ്ടിരിക്കും. ഞാൻ താണു വീണ് മുട്ടുകുത്തി. ഞാൻ നിലത്ത് കിടന്ന് സാഷ്ടാംഗ പ്രണാമം. അമ്മയ്ക്ക് എന്തോ കത്തി. അമ്മയുടെ അല്ലേ മോൻ. അമ്മ പറഞ്ഞ്, എന്താണാവോ ഒന്ന് പതിവില്ലാത്ത ഒരു എളിമ. ഞാൻ പറഞ്ഞു, അമ്മേ പ്രോഗ്രസ് കാർഡ് കിട്ടിയിട്ടുണ്ട്, മുൻവശത്ത് ഇരിപ്പുണ്ടല്ലോ, അങ്ങടിയല്ലേ. അപ്പനെയാണ് ഉദ്ദേശിച്ചത്. അപ്പം മുൻവശത്ത്, അങ്ങോട്ട് ചെല്ല്, അതാണ് അമ്മ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അതല്ല അമ്മേ. പിന്നെ എന്നാണ്? കണക്കിന് ഇത്തിരി കുറവാണ്. ഇത്തിരിയേ കുറവുള്ളോ? അല്ല, പിന്നെ ഒത്തിരി കുറവുണ്ട്. എത്രയുണ്ട്? അമ്മ വെച്ച് 7. അപ്പൊ പൊട്ടി. ഒട്ടനെ അമ്മ വാക്ക് പറഞ്ഞു. ഞാൻ അന്നാണ് ഇത് ആദ്യമായിട്ട് കേട്ടത് എൻ്റെ മനസ്സിൻ്റെ ഓർമ്മയിൽ. ഒട്ടനെ അമ്മ പറഞ്ഞ ആ വാക്ക്, അങ്ങനെ തന്നെ വേണം. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ നെഞ്ചി കുത്തണ വർത്താനം പറയല്ലോ, പരീക്ഷയ്ക്ക് പൊട്ടിയേക്കാണ്, അങ്ങനെ തന്നെ നമുക്ക് നാണാവില്ലേ. ഞാൻ ചൂടായി, ഞാൻ നിലവിളിച്ച്. അപ്പോഴമ്മ പറഞ്ഞു, അങ്ങനെ തന്നെ വേണം നിനക്ക്. ഇതെന്താ അമ്മ ഇങ്ങനെ പറയണേ? എത്ര വട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട്, അന്നന്ന് എടുക്കണത് അന്നൊന്നും അടിക്കും, അന്നന്ന് എടുക്കണത് അന്നൊന്നും അടിക്കും, അന്നന്ന് എടുക്കണത്. അമ്മയുടെ വർത്താനം കേട്ട അമ്മ ഇങ്ങനെ അന്നന്ന് എടുക്കണത് അന്നന്ന് പഠിച്ച് ഇപ്പം ചെരവാനുള്ള PhD എടുത്തിട്ടിരിക്കണേ. പറയാൻ കൊള്ളാമോ? നമുക്ക് ഒപ്പിട്ട് കിട്ടണ്ടേ? ഞാൻ എളിമപ്പെട്ട്. എൻ്റെ അമ്മ എന്നോട് അന്ന് പറഞ്ഞു തുടങ്ങിയതാണ്, അങ്ങനെ തന്നെ വേണം. ഇത് എൻ്റെ അമ്മ മാത്രമല്ല കേട്ടാ, ലോകത്ത് ഒത്തിരി അമ്മമാർ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങനെ തന്നെ വേണം അച്ഛാ. ഇത്ര വട്ടം പറഞ്ഞത് അവനോട്. പരീക്ഷയ്ക്കല്ല, സ്കൂളിൽ മഴ നനഞ്ഞ് ഗ്രൗണ്ടിലൊന്നും പോകാൻ പാടില്ല. അപ്പൻ്റെ ഭയങ്കര സ്ട്രിക്റ്റ് ഓർഡറാണ്. അപ്പനേക്കാളും പങ്കപ്പാട് അപ്പൂപ്പനാണ്. അപ്പൻ്റെ അപ്പൻ പുള്ളി ഒരു പഴയ ഹെഡ് കോൺസ്റ്റബിൾ എങ്ങാണ്ടാണ്. ഭയങ്കര പ്രശ്നം, ചൂടൻ, ഭയങ്കര ചൂട്, ലാത്തി വെച്ച് അടിക്കാറ്. സ്കൂൾ ഗ്രൗണ്ടിൽ പോകാൻ പാടില്ല. അന്ന് അങ്ങനെ പോയി, മഴ ഉണ്ട്, പനി പിടിച്ച്. പനി വന്ന ഗതികേടാണ്. വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് പനി വന്നാൽ അമ്മ സ്ഥിരം കോഴിയിറച്ചിയും ചപ്പാത്തി ഉണ്ടാക്കും. പനി വന്നവന് കഞ്ഞിയും പപ്പടവും, ബാക്കിയുള്ളവർക്കൊക്കെ കോഴിയിറച്ചിയും. ഈ ദുഷ്ടന്മാർ മുമ്പിലിരുന്ന് കടിച്ച് വലിക്കുന്നത് കണ്ടാൽ നമ്മുടെ ബാക്കിയുള്ള ജീവനും പോവും. ഞാൻ 3-ാം ദിവസം അമ്മയോട് പറഞ്ഞു, അമ്മ ആശുപത്രിയിൽ പോകണം, പനി ശരിയാവില്ല, ട്രൗസർ ഇട്, മര്യാദയ്ക്ക് പറഞ്ഞാണല്ലോ, ആശുപത്രി പോവാം. 9-ാം ക്ലാസ്സാണ് ആശുപത്രി. ആ ഡോക്ടർ ഏതാണ്ട് എഴുതി, അങ്ങേർക്ക് പോലും അത് വായിക്കാൻ കിട്ടില്ല, അങ്ങനെയാണ് എഴുതിയത്. ഡോക്ടർ പറഞ്ഞു, സിസ്റ്ററിൻ്റെ കയ്യിൽ കൊടുത്തോളാൻ പറഞ്ഞു. ഞങ്ങളുടെ മഠത്തിൻ്റെ ആശുപത്രിയാണ്. ഒരു വലിയ സിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. സിസ്റ്ററിനെ കണ്ടാൽ പേടിയാവും. ആ സിസ്റ്ററാണ് കുത്താനുള്ള ഡിഗ്രി ഉള്ള സിസ്റ്റർ. അപാര കുത്താണ് ആ സിസ്റ്ററിൻ്റെ. കടലാസ് കയ്യിൽ കൊടുത്തപ്പോൾ സിസ്റ്റർ എന്നെ അടിമുടി നോക്കി. ഞാൻ ഇന്ന് ഇത്രയേ ഉള്ളൂ, അന്ന് ഇതിൻ്റെ 1/3 സിസ്റ്റർ എന്നെ അടിമുടി നോക്കി. അമ്മ ചോദിച്ചു, എന്താ സിസ്റ്ററെ? വേറൊന്നുമില്ല,
ഇഞ്ചക്ഷൻ ഉണ്ട്, ഇഞ്ചക്ഷൻ. ഹോ, എൻ്റെ നല്ല ജീവൻ പോയി. അമ്മ ഇഞ്ചക്ഷൻ മിണ്ടാണ്ട് അവിടെ നിൽക്കറ. ഞാൻ പറഞ്ഞു. അമ്മ പറഞ്ഞു, സിസ്റ്റർ ആ പച്ച തുണി ഉണ്ടല്ലോ, ഒരു ഇരുമ്പിൻ്റെ ഫ്രെയിമും പച്ച വലിച്ചു കിട്ടി, പഴയ ആശുപത്രിയിലൊക്കെ ഉണ്ട് ആ തുണി, പച്ച തുണി. അതിൻ്റെ പുറകിൽ പോയി സിസ്റ്റർ തനിക്കെത്താൻ പോകുന്നൊരു സിറിഞ്ച്. ആ സിസ്റ്റിൻ്റെ മുക്കാലും ഉണ്ട് ആ സിറിഞ്ച്. എന്തൊരു വലിയ സിറിഞ്ചാ സിസ്റ്റർ കൊണ്ട് തന്നെ. പശുവിനെ കുത്തണതാണ് ഞാൻ കണ്ടിട്ടുള്ളൂ അങ്ങനത്തെ സിറിഞ്ചുണ്ട്. ഇത് കൊണ്ട് വരണ കണ്ടപ്പോഴേ എൻ്റെ നല്ല ജീവൻ പോയി. ഞാൻ ഷർട്ടിൻ്റെ ബട്ടൺസ് ഒഴിച്ച് ഒരത്തേല് കുത്തണ്ടേ. അപ്പം സിസ്റ്റർ പറഞ്ഞു, അവിടെയല്ല, പിന്നെ മറ്റോടത്ത്. 9ാം ക്ലാസ്സിൽ പഠിക്കണ പ്രായമാണ്. ഇപ്പോൾ ചെറിയ ചെറിയ ലൈനൊക്കെ അടിച്ച് തുടങ്ങണ സമയമാണ്. ആ കാലത്തൊക്കെ ട്രൗസർ ഊരാന്ന് പറഞ്ഞാൽ ജീവൻ പോണതിന് തുല്യമാണ്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ആ സിസ്റ്ററിനോട് പറ ഒരത്തേല് മതിയെന്ന്. അപ്പോഴും അമ്മ ആ വാക്ക് പറഞ്ഞു. അങ്ങനെ തന്നെ വേണം. നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊരു തെറ്റ് പറ്റുമ്പോൾ, നമ്മുടെ കുടുംബത്തിലുള്ളവർക്കൊരു അബദ്ധം പണയുമ്പോൾ, നമ്മുടെ കൂടെയുള്ളവർക്കൊരു അപജയം വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരണ ചിന്ത എന്താ? ആദ്യം വരണ ചിന്ത അതാണ്. അങ്ങനെ തന്നെ വേണം. നമ്മുടെ പ്രിയപ്പെട്ടവരോട് കരുണയോടെ വർത്തിക്കാൻ നമുക്ക് എന്തുമാത്രം സാധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിത പങ്കാളിക്ക് കുറവുണ്ടാവും, നമ്മുടെ മക്കൾക്ക് പോരായ്മകളുണ്ടാകും, നമ്മുടെ കൂടെ വസിക്കുന്നവർക്ക് ഇടർച്ചകൾ സംഭവിക്കും, തെറ്റുകൾ പറ്റും. നിന്റെ ദൈവം നിന്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിച്ചും പൊറുത്തും നിന്നോട് കരുണ കാണിച്ചും ചേർത്ത് പിടിക്കണത് പോലെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ നമ്മിൽ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, എല്ലാ കാർന്നോന്മാരും പണ്ടുകാലം മുതലേ പറഞ്ഞു കേട്ടിട്ടുള്ള ഗംഭീരമായ ഒരു പഴഞ്ചൊല്ലുണ്ട്. ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ ബാക്കി നിങ്ങൾ പറയും, എനിക്കറിയാം. പുകഞ്ഞ കൊള്ളി പുറത്ത്. അതാണ് വീടിൻ്റെ നിയമം. പുകഞ്ഞ കൊള്ളി എന്നും പുറത്താണ്. പുകഞ്ഞ കൊള്ളീന് ആർക്കും ഇഷ്ടമല്ല. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്താണ്? വീട്ടിൽ അമ്മയ്ക്ക് 2 അടുപ്പുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, പഴയ വീട്ടിൽ 2 അടുപ്പ്. ഒരടുപ്പിൽ അമ്മ വന്ന് വെളുപ്പിനെ തീ കൂട്ടും മുമ്പ് കത്തിക്കിടക്കണ ചാരമൊക്കെ എടുത്ത് അമ്മ അപ്പുറത്തെ അടുപ്പിൽ നിറയ്ക്കും. ഇപ്പുറത്തെ അടുപ്പിൽ അമ്മ പുതിയ വിറകുകൾ വെച്ച് തീ കൊടുക്കും. തരക്കേടില്ലാണ്ട് കുറേ നേരം ഊതും. ചട്ടി കലമെടുത്ത് മുകളിൽ വെച്ച് ആവശ്യത്തിന് വെള്ളം അരിയൊക്കെ ഇട്ട് അമ്മ പോവും പ്രാഥമിക കാര്യങ്ങൾക്ക്. തിരിച്ചു വരുമ്പോൾ അതിനകത്തിരുന്ന് ഏതെങ്കിലും ഒരു കൊള്ളി പുകയണുണ്ടാവും. നേരെ ചൊവ്വ ഉണക്കില്ലാത്തത് കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ഒരു കൊള്ളി ഇരുന്ന് പുകയണുണ്ടാവും വിറക്. അമ്മ എന്ത് ചെയ്യും? ആ വിറക് ഇങ്ങൾ ഊരിയെടുക്കും, അല്ലേ? ആ വിറക് ഇങ്ങോട്ട് ഊരിയെടുക്കും. എന്നിട്ട് എന്താ അടുത്ത പരിപാടി? അപ്പുറത്തെ അടുപ്പിലേക്ക് ഒരൊറ്റ കുത്താണ്. എന്നിട്ട് അമ്മയ്ക്ക് തൃപ്തിയില്ല, 2 തിരിയും കൂടി തിരിക്കും. അതിൻ്റെ കഥ കഴിയും. ബാക്കിയുള്ള തീയും കൂടി കെടും. അമ്മ ചെയ്യണ പണിയാണത്. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കൊള്ളി ഊരിയെടുത്ത് അമ്മയുടെ സർവ്വശക്തിയും ഉപയോഗിച്ച് അമ്മ ചാരത്തിൻ്റെ ഉള്ളിലേക്ക് കുത്തി കയറ്റി 2 തിരി. ആമേനീശോ, പരിപാടി തീർന്നു.